പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് വേറെ എവിടെയും കിട്ടില്ല എന്ന്. ഇപ്പം പഠിക്കുമ്പോൾ തന്നെ മെൻ്റലി ഞാൻ കുറേ ഡൗൺ ആയിട്ടുണ്ട്. കാരണം എക്സാമിന് അറിയില്ലല്ലോ നമ്മളറിയണമല്ലോ എക്സാം ആരായിരുന്നു. അപ്പോൾ ഓരോ മോഡൽ എക്സാം കിട്ടുമ്പോഴും അത് തന്നെയാണ്. അത് ഞങ്ങളുടെ ഒരു സാറാണ് പറയുന്നത്. കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടിയ കോളേജിലും എൻ്റെ ക്ലാസ്സിലുള്ളതും എൻ്റെ തൊട്ടടുത്ത ക്ലാസ്സിലുള്ള എൻ്റെ ഹോസ്റ്റലിലുള്ളതും അങ്ങനെയായിട്ട് കുറേ പേര് എൻ്റെ അതേ കോളേജിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. കാരണം നമുക്ക് അറിയുന്ന ഒരു ആൾ ഉണ്ടല്ലോ. ഇറ്റ്സ് എ ഗുഡ് തിങ് അല്ലേ? നല്ല ഒരു അപ്പം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തെ ഒരു മോൻ്റെ ഒരു ഫീൽ എന്തായിരുന്നു? നോക്കുമ്പോൾ ഇവിടെ അതിലേറെ ഡീപ്പായിട്ട് പോകുന്നുണ്ട് ഓരോ ക്ലാസ്സിലും. ഇപ്പം നമുക്ക് ഇപ്പം എൻട്രൻസിൽ ഏതൊരു കോർണർ എന്ന് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ അവിടെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ പ്രൊഫസേഴ്സ് റൂമുണ്ട്. ഹായ് എവ്രി വൺ. സോ ഇന്ന് നമ്മോടൊപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ഒരു ക്ലാസ് ടീച്ചർ നമ്മോടൊപ്പം ഉണ്ട്. സോ നിങ്ങൾ വിചാരിക്കും ആരാണ് ഇവര്, എന്താണ് ഇവരുടെ ഒരു സ്റ്റോറി എന്ന്. നമ്മുടെ 2025 നീറ്റ് എൻട്രൻസ് എക്സാം എഴുതി വിജയകരമായി പൂർത്തീകരിച്ച് ഓരോരോ മെഡിക്കൽ കോളേജസിൽ ഇങ്ങനെ സീറ്റ് ഏകദേശം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മിടുക്കരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇവരെല്ലാവരും ഒറ്റ ബാച്ചാണ്. അതായത് Q44 മിടുക്കരായ നമ്മുടെ മീര മിസ്സിന്റെ സ്റ്റുഡൻസ് ആണ് ഈ നിൽക്കുന്നത്. സോ നമുക്ക് ഇവരെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഇവരുടെ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴത്തെ കുറച്ച് മെമ്മറീസ്, എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് അവരോട് ചോദിക്കാം. ആദ്യം നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. യെസ്, മോന്റെ പേര്, വീട്? എൻ്റെ പേര് സാം അബ്രഹാം. എൻ്റെ വീട് പത്തനംതിട്ട. എൻ്റെ പേര് ആദിത്യദീപ്. ഞാൻ വരുന്നത് തലശ്ശേരിയിൽ നിന്നാണ്. എൻ്റെ പേര് മുഹമ്മദ് അഫ്നാൻ. ഞാൻ വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. എൻ്റെ പേര് ഗോവിന്ദ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് പ്രണവ് പ്രദീപ്. എൻ്റെ വീട് ആലപ്പുഴയാണ്. എൻ്റെ പേര് ദേവനന്ദ. എൻ്റെ വീട് കോട്ടയം. സോ യെസ്, നമ്മുടെ മീര മിസ്സിന്റെ Q44 ബാച്ചിലെ സ്റ്റുഡൻസ് ആണ് ഇവരെ എല്ലാവരും. നമ്മൾ ഓരോരുത്തരെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മിസ്സിന്റെ അടുത്ത് ചോദിക്കുകയാണ്. മിസ്സേ, Q44 ഈ കുട്ടികൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ സക്സസ്ഫുള്ളി മിസ്സിനെയൊക്കെ ഒന്ന് കാണാനും അല്ലെങ്കിൽ അഡ്മിഷനൊക്കെ ഏകദേശം ഉറപ്പാക്കി അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് തങ്ങി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിജയിച്ച് തിരിച്ചു വരുന്ന ഈ പിള്ളേരെ കാണുമ്പോൾ മിസ്സിന് എന്താണ് ആ ഒരു ഫീലിംഗ്? ആൻഡ് ഇവരെ കുറിച്ച് എന്താണ് മിസ്സിന് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാച്ച് വളരെ അടിപൊളി ആയിട്ടുള്ള ബാച്ചായിരുന്നു. പിന്നെ പിള്ളേരെല്ലാം ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. ഇവർ പഠിക്കും, ഒപ്പം തന്നെ എല്ലാ ആക്ടിവിറ്റീസിനും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ഇവരുടെ മാർക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം എപ്പോഴും ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തോയെന്ന് ചോദിച്ചാൽ കീപ്പ് ചെയ്തവരുണ്ട്. പിന്നെ ഗ്രാഫിലൊക്കെ ആണെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഉള്ളവരുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ നീറ്റിന് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവരിവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നല്ല കോളേജിൽ ഇവർക്ക് അഡ്മിഷനായി. സോ യെസ്, നമുക്കറിയാം ഇപ്പോൾ ഓരോ നമ്മുടെ ബാച്ചിലെയും വിജയിച്ച കുട്ടികളെ കുറിച്ച് ഏറ്റവും കൃത്യമായിട്ട് പറയാനും അനലൈസ് ചെയ്യാനും പറ്റുന്ന ഒരാളാണ് അവരുടെ ക്ലാസ് മെന്റർ എന്ന് പറയുന്നത്. സോ ഇപ്പം മിസ് നിങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താണ് മിസ്സിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ ഓരോരുത്തർ എന്താ പറയുക, നിങ്ങൾക്ക് ആ കിട്ടിയ മെന്റർ നമ്മുടെ മീര മിസ്സിന്റെ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് അല്ലേ? ത്രൂ ഔട്ട് ഈ ഒരു 1 ഇയർ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു മെന്ററിന്റെ സപ്പോർട്ട് തന്നെ. എല്ലാ കാര്യത്തിനും A to Z കാര്യത്തിനും നിങ്ങളുടെ കൂടെ നിന്ന ഒരാളാണ് അല്ലേ? അപ്പോൾ മീര മിസ്സിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മിസ്സിനെ കുറിച്ചാണെങ്കിൽ ഇപ്പം ഞാൻ ഒരു ടെസ്റ്റ് കഴിയുമ്പോഴും മിസ്സിനോട് എപ്പോഴും മിസ്സിനടുത്ത് പോവും. മിസ്സാണെങ്കിൽ പറഞ്ഞു തരും എനിക്ക് എവിടേക്കാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അതൊക്കെ പറഞ്ഞു തരും. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഇപ്പം എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ മിസ്സിനോട് പറഞ്ഞാലും മിസ്സ് മോട്ടിവേറ്റ് ചെയ്യും. മാർക്കൊന്നും അധികം നോക്കണ്ട, ടെസ്റ്റ് അതുപോലെ എല്ലാം അറ്റൻഡ് ചെയ്യണം, ആ ഒരു ഫ്ലോയിൽ പോയാൽ ഒടുക്കം ലാസ്റ്റ് ആകുമ്പം ആ ഒരു ഇതിൽ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ മിസ്സ് എന്നും ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. യെസ്, മീരാംസിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹോം സിക്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഓൺലൈൻ മാറാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ മിസ്സാണ് എന്നെ മാറിയാൽ പഠിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിർത്തി. പിന്നെ മാർക്ക് കുറയുമ്പോൾ എപ്പോഴും സംസാരിക്കും, മോട്ടിവേറ്റ് ചെയ്യും. അതൊക്കെ കാരണമാണ് ഈ വിജയത്തിലേക്ക് എത്താൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ മോൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയായിരുന്നു ഓവറോൾ നമ്മുടെ മീര മിസ്സിൻ്റെ ഒരു ഗൈഡൻസും? അതോടൊപ്പം ഇപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് തിരിച്ച് വന്നപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഫ്രഷ്ലി ഇപ്പോൾ ടെൻഷൻ ഇല്ലാതെ തിരിച്ച് ബെർലിനിലേക്ക് വന്നൊരു സമയം എന്ന് വേണം പറയാമല്ലോ അല്ലേ? ഈ നേരത്തെ ഇവിടെ നിന്നുകൊണ്ടിരുന്നപ്പോൾ പഠിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം നീറ്റ് എക്സാം എന്നുള്ളൊരു തോട്ട് തന്നെയായിരുന്നു ഉള്ളിൽ. ഇപ്പോൾ അത് കഴിഞ്ഞ് സക്സസ്ഫുള്ളി ഏകദേശം അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ച് വന്ന് മാർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്ന് മിസ്സിനെ കണ്ട് അല്ലെങ്കിൽ ആ ഒരു മെമ്മറിയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് മോൻ ഇപ്പോൾ റിക്ലക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം നമ്മൾ എക്സാമിൻ്റെ സമയത്താണെങ്കിൽ തന്നെ മോഡൽ എക്സാമിൻ്റെ സമയത്തൊക്കെ അവസാനമായി നമുക്ക് എക്സാം എഴുതാൻ പോകുമ്പോഴില്ലേ, ഈ അവസാനത്തെ എക്സാമിന് മുമ്പുള്ള ഒരു മോഡൽ എക്സാമിൻ്റെ വീക്കൊക്കെ ആകുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും. ഇപ്പം ഇത് ചെയ്താൽ മതിയോ, PVQ ചെയ്യണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ. അപ്പം മിസ്സിനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ പറ്റും. അപ്പം
അപ്പം മിസ് അപ്പം എപ്പോഴാണെങ്കിലും നമുക്ക് റിപ്ലൈയും തരും, അല്ലെങ്കിൽ മെസ്സേജ് ഇടും, എന്തുവേണോ ചെയ്യാം, അല്ലെങ്കിൽ എപ്പോഴാണോ മിസ്സിന് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. Approachable ആയിരുന്നു അല്ലേ എല്ലാ കാര്യത്തിനും? എല്ലാ കാര്യത്തിനും എന്തുവാണോ നമുക്കിപ്പം വീട്ടിൽ പോകാൻ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ മിസ്സിൻ്റെ അടുത്ത് പറയാം. അപ്പം മിസ് ഇങ്ങനെ പറയും, വേണ്ട ഇപ്പം പോയിട്ട് കാര്യമില്ല, പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മിസ് പറയുന്ന ഒരു ദിവസം 2 ദിവസം വേണ്ടി പോയിട്ട് വാ, അപ്പം ഒന്ന് മൈൻഡ് ഫ്രഷ് ആവും, അങ്ങനെയൊക്കെ. പിന്നെ അവസാനത്തെ സമയത്തൊക്കെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനുണ്ട്, ഇത് ചെയ്താൽ മതിയോ, അവിടെ നിന്ന് ചെയ്യണോ ഇവിടെ നിന്ന് ചെയ്യണോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഈ അവസാന ഹോസ്റ്റൽ സമയത്തൊക്കെ രാത്രി മിസ്സിനെയൊക്കെ വിളിക്കാറുണ്ട്, ഒരു 7 മണി 9 മണി, അപ്പോഴൊക്കെ മിസ് എടുക്കും ഫോൺ. അപ്പോഴൊക്കെ എന്നിട്ട് നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടേ മിസ് ഇങ്ങനെ പറയും, അടുത്ത് ഇത് ചെയ്താൽ മതി, ഇപ്പം PV ചെയ്യേണ്ട, വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, കഴിഞ്ഞ വട്ടത്തെ അടുത്ത് ചെയ്താൽ മതി, എല്ലാ ചാപ്റ്ററും ഒന്ന് നോക്കി പോവുക, അങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ ഒരു ഗൈഡൻസ്. ഇപ്പം മോൻ പറഞ്ഞതുപോലെ ഒരു നീറ്റ് എക്സാം അടുത്തോണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നമുക്കൊരു ഗൈഡൻസ് വേണ്ട സമയമാണ്. അതുവരെ ഉണ്ടായിരുന്ന ഒരു ടൈം പീരീഡ് പോലെയല്ല അതുവരെ അല്ലേ. ആ ലാസ്റ്റ് സമയമാകുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ മൈൻഡിൽ കൃത്യമായിട്ട് മീരാവിസ് നിങ്ങളെ ഗൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? വെരി ഗുഡ്. യെസ്. ഇപ്പം മോൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ ത്രൂ ഔട്ട് ഒരു ബ്രില്യൻറ്റ് ലൈഫ് ഇവിടെ വന്നതിന് ശേഷം തിരിച്ചൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു മോൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഒരു ബ്രില്യൻറ്റ് ലൈഫ്? ബ്രില്യൻറ്റ് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. അതിപ്പോൾ നമുക്ക് എക്സാമിൻ്റെ കാര്യത്തിൽ, അതായത് നമ്മൾ പഠിക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും, അത് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. പക്ഷെ അത് മറികടക്കാൻ ബ്രില്യൻറ്റിൻ്റെ സിസ്റ്റം വളരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകം പറയേണ്ടത് എൻ്റെ ക്ലാസ് ടീച്ചറാണ്, അതായത് എൻ്റെ മെൻറ്റർ മീരാ മിസ്സിനാണ്. ഞാനിപ്പോൾ മിസ്സിനോട് പറയണമെന്നില്ല, എനിക്കിപ്പോൾ ഒരു എക്സാമിലേക്ക് ടഫ് ഉണ്ടായി, എനിക്ക് മാർക്ക് കുറഞ്ഞു, ചിലപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഞാൻ മിസ്സിനോട് നേരിട്ട് പറയാതെ തന്നെ മിസ്സ് ക്ലാസ്സിൽ ഞാൻ ഇരിക്കണ എൻ്റെ ഭാവമൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് മിസ്സ് പറയും, ഒന്ന് നോക്കണ്ട, അതിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഉള്ളൊരു സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു തന്നെ അടുത്ത എക്സാമിലേക്ക് ഒരു ബൂസ്റ്റപ്പ് മിസ്സ് തരാറുണ്ട്. അതിൽ മിസ്സിന് എനിക്ക് വളരെ താങ്ക് യു, നന്ദി പറയാനില്ല. പിന്നെ മെൻറ്റർ മാത്രമല്ല, അവിടുത്തെ ഫാക്കൽറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അടിപൊളി ഫാക്കൽറ്റീസാണ്, നമുക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കി തരും. പിന്നെ ഏത് സമയത്തും നമുക്ക് പ്രൊഫസേഴ്സ് റൂമിൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റും, നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനുള്ള നല്ല ഫാക്കൽറ്റീസ് ഇവിടെ ഉണ്ട്. എന്ത് കാര്യത്തിലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി തന്നെയാണ്, ഏതൊരു കുട്ടിക്കും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം തിരിച്ചിതാ ഈ ക്യാമ്പസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹാപ്പി ആയിട്ട് അല്ലേ, ഈ ഒരു മൊമെന്റിൽ ഇവിടെ എത്തിയതിൽ ഹാപ്പി ആയിട്ട് തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? അതെ, വളരെ ഹാപ്പി ആയിട്ട് വന്നത്. ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങൾക്ക് നോക്കുമ്പോൾ എനിക്ക് ശിവൻ സാർ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്ഷൻ വെക്കുന്നതിനാണെങ്കിലും കോളേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അങ്ങനെ എന്ത് കാര്യത്തിലാണെങ്കിലും ശിവൻ സാർ എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് എപ്പോഴും അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശിവൻ സാറിനും ഞാൻ ഒരു പ്രത്യേക നന്ദി പറഞ്ഞു. അതേപോലെ ഇവിടുത്തെ ഡയറക്ടേഴ്സ് എപ്പോഴും മോട്ടിവേഷനാണ്, എല്ലാ കാര്യത്തിലും അടിപൊളിയാണ്. ഓക്കെ, വെരി ഗുഡ്. ആദ്യത്തേക്ക് ബ്രില്യൻറ്റിലേക്ക് വന്നപ്പോൾ തിരിച്ച് പെട്ടെന്ന് വന്നൊരു മെമ്മറി എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട് നിങ്ങൾക്ക് ത്രൂ ഔട്ട് 1 ഇയർ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും. ഒരുപാട് ഹോസ്റ്റലിലായിക്കോട്ടെ, ക്ലാസ്സിലായിക്കോട്ടെ, ഓരോ മെമ്മറീസും ഓരോ കാര്യങ്ങളും ഇപ്പം മെമ്മറി ആയിട്ട് ഇവിടെ വന്നപ്പോൾ തിരിച്ചറിഞ്ഞൊരു നിമിഷം അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ഒരു മെമ്മറി ഏതായിരിക്കും? ബ്രില്യൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ബ്രില്യൻ്റ് എന്ന് കേട്ടപ്പം ബ്രില്യൻ്റ് എന്താ, അവിടുത്തെ ലൈഫ് എങ്ങനെയായിരിക്കും, ഇപ്പം പുറത്തുനിന്നാണ് കുറേ കേൾക്കുക ഇങ്ങനെ ബ്രില്യൻ്റ് ലൈഫ് നല്ല പാടാണ്, അവിടെ നല്ല സ്ട്രിക്റ്റ് ആണ്, അങ്ങനെയൊക്കെ കേൾക്കാം. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് വേറെ എവിടെയും കിട്ടില്ല എന്ന്. ഇപ്പം പഠിക്കുമ്പോൾ തന്നെ മെൻ്റലി ഞാൻ കുറേ ഡൗൺ ആയിട്ടുണ്ട്. എക്സാമിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മോഡൽ എക്സാമിൻ്റെ സമയത്തൊക്കെ നല്ല ഡൗൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സപ്പോർട്ടായിട്ട് ഹോസ്റ്റലിലാണെങ്കിൽ വാർഡൻസ് ഉണ്ട്, ക്യാമ്പസിലാണെങ്കിൽ മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം എൻ്റെ മെൻറ്റർ മീരാ മിസ്സാണ്. മീരാ മിസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പാരൻസ് എങ്ങനെയാണോ വീട്ടിൽ നിന്ന് നോക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ബ്രില്യൻറ്റിൽ ഒരു പാരൻ്റ് എന്ന രീതിയിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു മിസ്സ്. അതുമാത്രമല്ല, ഇപ്പം നമുക്ക് എന്ത് പ്രശ്നമാണെങ്കിലും ഇപ്പം മാർക്ക് ഡൗൺ ആയാൽ തന്നെ ഇപ്പം അഫ്നാൻ പറഞ്ഞ പോലെ മിസ്സിനോട് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. മിസ്സ് നമ്മൾ ഇങ്ങോട്ടേക്ക് കണ്ട് മനസ്സിലാക്കി നമ്മളോട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുക, എന്താ പറ്റിയ, എന്താ വിഷമം. മിസ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ഫുൾ സപ്പോർട്ടായിട്ട് മെൻ്റലി ആയാലും എങ്ങനെയായാലും മിസ്സിന്റെ സപ്പോർട്ട് 100% നമുക്ക് കിട്ടിയിട്ടുണ്ട്. യെസ്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ റിസൾട്ടും കൂടിയാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ അല്ലെ? ഇപ്പൊ നിങ്ങളുടെ ഹാർഡ് വർക്കും പ്ലസ് ബില്ലിന്റെ ഒരു സപ്പോർട്ടും നമ്മുടെ മെന്റേഴ്സിന്റെ സപ്പോർട്ടും ഫാമിലിയുടെ ഒരു പ്രാർത്ഥനയും അവരുടെ സപ്പോർട്ടും ഒക്കെയാണ് നിങ്ങളുടെ ഇപ്പൊ ഈ ഒരു മാർക്കിന്റെ പിന്നിൽ എന്ന് പറയുന്നത് അല്ലെ? യെസ്. അപ്പം മോനിലേക്ക് വരികയാണെങ്കിൽ അപ്പൊ അതുപോലെ ഈ ഇത്രയും സപ്പോർട്ടും ഫെസിലിറ്റിയും ഒക്കെ ബ്രില്യൻറ്റ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ അല്ലെങ്കിൽ ബ്രില്യൻറ്റിൽ നിന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഫീച്ചർ എന്തായിരിക്കും? ബ്രില്യൻറ്റിലെ ക്ലാസ്സസ് തന്നെയാണ്. ക്ലാസ്സസ് നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്സസ് ആണ്. നമുക്ക് ഡൗട്ട് ചോദിക്കും, പഠിക്കാൻ എന്നൊരു ഉദ്ദേശത്തോടെ വന്നാൽ ഏറ്റവും നല്ല സ്ഥലം ബ്രില്യൻറ്റ് തന്നെയാണ്. അല്ലാതെ പുറത്തുനിന്ന് കേൾക്കുന്നത് അതിനത്രയും കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ബ്രില്യൻ നല്ലപോലെയാണ്. സ്റ്റഡി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നല്ലപോലെ ഉണ്ട്. ലൈബ്രറി ഉണ്ട്. ലൈബ്രറി നമുക്ക് ഇഷ്ടംപോലെ ബുക്സ് എടുക്കാം. നമുക്ക് ടാബ് ഉണ്ട്. ടാബിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഒരു ക്ലാസ് മിസ്സാക്കിയാൽ നമുക്കിപ്പോൾ ഹോസ്റ്റലിൽ വന്നിട്ട് നമുക്ക് ആ ക്ലാസ് ഓൺലൈനായിട്ട് കാണാം. നമുക്ക് ടെസ്റ്റ് എഴുതി നമ്മുടെ ഒരു ലെവൽ പ്രൂവ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ടാബിലാണെങ്കിൽ എക്സാംസ് ഉണ്ട്. അങ്ങനെ ബ്രില്യൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ഇപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. പിന്നെ എൻ്റെ ഒരു ബ്രില്യൻ ലൈഫിൽ ഏറ്റവും എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ക്ലാസ് ടീച്ചർ തന്നെയായിരുന്നു. മിസ് ഒരു ക്ലാസ് ടീച്ചർ എന്നതിനേക്കാളും കൂടുതൽ ഒരു വളരെ നല്ലൊരു ഫ്രണ്ട് പോലെയായിരുന്നു. മിസ് ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ്, നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു മിസ്സിന്. എന്നുവെച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് അങ്ങോട്ട് വന്നും പറയാം. മിസ് ഭയങ്കര ഓപ്പൺ ആയിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കേൾക്കാൻ റെഡി ആയിരുന്നു. എത്ര തിരക്കിലാണെങ്കിലും എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും. എപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണണമെന്ന് തോന്നിയാൽ കാണും. കൗൺസിലിംഗ് വേണമെങ്കിൽ കൗൺസിലിംഗ് തരും. മോട്ടിവേഷൻ ആണെങ്കിൽ മോട്ടിവേഷൻ. എല്ലാ കാര്യത്തിനും മിസ് കൂടെ ഉണ്ടായിരുന്നു. യെസ്. അപ്പം ഇപ്പൊ എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് മിസ്സിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. മീര മിസ് അതുപോലെ തന്നെയാണ് എല്ലാവരെയും അത്രയേറെ കെയർ ചെയ്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ അത്രയും ഗൈഡ് ചെയ്ത് മുന്നോട്ട് വന്നതല്ലേ. സോ യെസ്, ഈ ഒരു കഷ്ടപ്പാടിന്റെ ഒക്കെ ഒരു ബലം നിങ്ങളുടെ റിസൾട്ട് തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ 2025 നീറ്റ് എക്സാം അല്ലേ. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് അത് കഴിഞ്ഞല്ലോ എന്തായിരുന്നു അന്നുണ്ടായ ആ ഒരു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? അതായത് 2025 നീറ്റ് എക്സാം കഴിഞ്ഞ് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു എക്സാം തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ ആ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു എല്ലാവരുടെയും ഒരു മൈൻഡ് എങ്ങനെയായിരുന്നു? പലരുടെയും പല മൈൻഡായിരിക്കാം. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ടു കഴിഞ്ഞപ്പോൾ കൺഫ്യൂസ്ഡ് ആയി കാണും. ഒരു ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ആയിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക അല്ലേ. അപ്പം എങ്ങനെയായിരുന്നു, ഇപ്പം മോളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു 2025 നീറ്റ് എൻട്രൻസ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ ഫീൽ ചെയ്തത്? കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ഒരു ഇതില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. കാരണം ഫിസിക്സും ബയോളജി ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ലെങ്തി ആയിരുന്നു. കെമിസ്ട്രിയും ഈക്വലി ടഫായിരുന്നു. ഫിസിക്സും അതിലപ്പുറം ടഫായിരുന്നു. അപ്പം ഇതൊക്കെ ഫിസിക്സ് ആണെങ്കിൽ എനിക്ക് അധികം സമയം കിട്ടിയില്ല. എനിക്കൊരു 45 മിനിറ്റ്സ് കിട്ടിയുള്ളൂ ഇതൊക്കെ ഫുൾ ചെയ്യാനും. ഫിസിക്സ് അതും പകുതി കൂടുതലുണ്ടായിരുന്നു ഫിസിക്സ്. ഞാൻ ഒരു എന്താ പറയുക, ആ 45 മിനിറ്റ്സ് കൊണ്ട് എല്ലാം പറ്റുന്നത്രയും ചെയ്തു ഫിസിക്സ്. അപ്പം ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു കിട്ടുമെന്ന്. അപ്പം എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര എന്താ പറയാ ഒരു വിഷമിച്ചാണ് ഇറങ്ങി വന്നത്. പക്ഷെ ലാസ്റ്റ് മാർക്ക് വന്നു കഴിഞ്ഞപ്പോ അപ്പൊ ഒരു എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റിയെ കുറിച്ച് പറയുമ്പോ എങ്ങനെയായിരുന്നു? എങ്ങനെ ഇപ്പം ഞാൻ ആ സമയത്ത് ഇപ്പം ഫിസിക്സിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു പറ്റത്തില്ല, ഇനിയിപ്പോ ചെയ്തിട്ടും കാര്യമില്ല, പോയി. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ സെയിം സംഭവം തന്നെ പിന്നെ ഇരുന്ന് പഠിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ മൈൻഡൊക്കെ ഒന്ന് കാമാക്കി. ഞാൻ കുറച്ച് നേരം ഒരു 10 സെക്കൻഡ്സ് ഞാൻ ഭയങ്കര കണ്ണടച്ചൊക്കെ ഒന്ന് മൈൻഡ് കാമാക്കിയിട്ട് ഞാൻ പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്തു ഫിസിക്സ്. അങ്ങനെ ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഹാപ്പിയായി. യെസ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മാർക്ക് വന്നതിന് ശേഷം? ഇപ്പൊ ഈ എക്സാമിനെ കുറിച്ച് കേട്ടു. അപ്പൊ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തെ ഒരു എന്താ പറയാ ആ ഒരു ഫീലിംഗ് എന്തായിരുന്നു? പ്രതീക്ഷിച്ചായിരുന്നോ? ഇല്ല, പ്രതീക്ഷയില്ല. പരീക്ഷ കഴിഞ്ഞപ്പോന്ന് വെച്ചാൽ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഒട്ടും പ്രതീക്ഷ പോലായിരുന്നു പേപ്പർ. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒരേപോലെ പാടായിരുന്നു. വിചാരിച്ച പോലെ എഴുതാൻ പറ്റിയില്ല. അപ്പം മീര മിസ് തലേ ദിവസം തന്നെ വിളിച്ചായിരുന്നു. അപ്പം പറഞ്ഞത് ടെൻഷൻ എടുക്കില്ല, എത്ര പാടാണെങ്കിലും നമുക്ക് പാടാണെങ്കിൽ എല്ലാവർക്കും പാടായിരിക്കും. ആ ഒരു മൈൻഡ് സെറ്റ് ഇരുന്നാണ് എഴുതിയത്. അപ്പോൾ അതൊക്കെ ടെൻഷൻ അടിക്കാതെ പരമാവധി എഴുതി തീർത്ത്. പരീക്ഷ കഴിഞ്ഞപ്പോഴും ഡൗൺ ആയിരുന്നു. പിന്നെ മിസ്സിനെ വിളിച്ച് അപ്പം എല്ലാവരുടെയും മാർക്ക് ഒരു റേഞ്ച് ആണെന്ന് മനസ്സിലായപ്പം ഒരു സമാധാനം ഉണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പം ഹാപ്പി. യെസ്. അപ്പം എങ്ങനെയായിരുന്നു മോൻ്റെ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഫാമിലീസിൻ്റെ ഒരു എന്താ പറയുക റിയാക്ഷൻ? കാര്യം എക്സാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ നല്ല ടഫായിരുന്നു എന്നുള്ളത് അല്ലേ. അപ്പോൾ അവരും ഒരു ചെറുതായിട്ട് ഡൗൺ ആയിട്ടുണ്ടാവാം അല്ലേ. അതിന് ശേഷം റിസൾട്ട് വന്നു. അപ്പോൾ ഫാമിലിയുടെ ഒക്കെ ഒരു സന്തോഷവും മോൻ്റെ സന്തോഷമൊക്കെ എങ്ങനെയായിരുന്നു? ഫാമിലിയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ റിസൾട്ട് എക്സാം കഴിഞ്ഞതിൻ്റെ അന്ന് ഞാൻ ഇങ്ങനെ വിഷമിച്ചാ വന്നത്. പക്ഷെ അമ്മ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. കുഴപ്പമില്ല, പോട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം അങ്ങനെ പറഞ്ഞു. എന്തായാലും എഴുതിയതല്ലേ, മാക്സിമം ചെയ്തല്ലേ, ബാക്കി പിന്നെ നോക്കാം, അങ്ങനെയാ പറഞ്ഞത്. പിന്നെ റിസൾട്ട് വന്ന് ഒരു കോളേജിൽ അഡ്മിഷൻ ആയപ്പോൾ എല്ലാവരും സന്തോഷം ഉണ്ടായിരുന്നു. അല്ലാതെ യെസ്. അപ്പൊ നിങ്ങൾ ഈ ഇത്രയും പേര് ഒന്നിച്ച് നിങ്ങൾ ഒരേ ക്ലാസ്സിലുള്ള കുറേ പേര് നല്ലോണം എഫേർട്ട് ഇട്ട് മീര മിസ്സിന്റെ സപ്പോർട്ടോടു കൂടി നല്ല മാർക്ക് മേടിച്ച് ഇപ്പോൾ ഇവിടെ വന്ന് എത്തി നിൽക്കുമ്പം എന്താണ് ഇപ്പം മോന് വന്നത്? ഒരേ ക്ലാസ്സിൽ നിങ്ങൾ ഇത്രയും പേര് നല്ല അടിപൊളി മാർക്ക് മേടിച്ചു അല്ലേ. അപ്പൊ എന്താ മോൻ്റെ ഒരു ഫീലിംഗ്? ക്ലാസ്സിലോ കുറേ പേർക്ക് ഒരേ രീതിയിലുള്ള നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളൂ.
പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടിയ കോളേജിലും എൻ്റെ ക്ലാസ്സിലുള്ളതും എൻ്റെ തൊട്ടടുത്ത ക്ലാസ്സിലുള്ള എൻ്റെ ഹോസ്റ്റലിലുള്ളതും അങ്ങനെയായിട്ട് കുറേ പേര് എൻ്റെ അതേ കോളേജിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. കാരണം നമുക്ക് അറിയുന്ന ഒരു ആൾ ഉണ്ടല്ലോ, ആ ഒരു ഇതുണ്ട്. പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്ന ഫീലിംഗ് വേണ്ട, നിങ്ങളുടെ അതായത് ബ്രില്യൻ്റ് ഒരു 2.0 പോകണമെന്നുള്ളൊരു ഫീലിങ്സോടെ അങ്ങോട്ട് കയറി ചെന്നാൽ മതി അല്ലേ? അത്രേ ഉള്ളൂ. ബ്രില്യൻ്റിന് അത്രയും നമ്മൾ സ്ട്രെസ് എടുക്കുന്നില്ല എന്നുള്ളൂ. പക്ഷേ നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട്, അതിൽ വലിയ സന്തോഷം. യെസ്. സോ ബ്രില്യൻ്റിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും എന്താ പറയുക, അവരുടെ ഈ ഒരു മാർക്കിൽ നയിച്ച ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ബ്രില്യൻ്റെ ക്ലാസ്സും പ്രൊഫസേഴ്സും അല്ലെ, ടീച്ചേഴ്സും ഒക്കെയാണ് അല്ലേ? അപ്പോൾ മോൻ എന്താണ് പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സിനെ കുറിച്ചും പ്രൊഫസേഴ്സിനെ കുറിച്ചും അവരുടെ ഒരു ടീച്ചിങ്ങിനെ കുറിച്ചും? എങ്ങനെ നിങ്ങൾ +2 വരെ പഠിച്ച പോലത്തെ ഒരു സ്റ്റഡീസ് അല്ല എൻട്രൻസിന് കോച്ചിങ്ങിന് വന്നു കഴിയുമ്പോൾ അല്ലേ, കുറച്ചുകൂടെ ഡീപ്പ് ആൻഡ് വാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഫ്രം ദ ബേസ് തൊട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞു തരണം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ +2 എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഡീപ്പായിട്ട് പഠിപ്പിക്കില്ലല്ലോ, അത്ര ഡീപ്പായിട്ട് പോവില്ലല്ലോ. പക്ഷെ ഇവിടെ വരുമ്പോൾ ഓരോ സബ്ജക്റ്റിന്, അതായത് ഓരോ ചാപ്റ്ററിന് ഓരോ പ്രൊഫസറാണ് വരിക. അപ്പോൾ ഓരോ പ്രൊഫസർ വരുമ്പോൾ നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസാണ് കിട്ടുക അവരിൽ നിന്ന്. അതും +2 പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ അതിലേറെ ഡീപ്പായിട്ട് പോകുന്നുണ്ട് ഓരോ ക്ലാസ്സിലും. അപ്പം നമുക്ക് ഇപ്പോൾ എൻട്രൻസിൽ ഏതൊരു കോർണർ എന്ന് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ രീതിയിൽ അവിടെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ പ്രൊഫസേഴ്സ് റൂമുണ്ട്, അവിടെ ഏത് ഡൗട്ട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇപ്പം ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ അവർ നമുക്ക് പറഞ്ഞു തരുകയും ചെയ്യും. അതേപോലെ തന്നെ ചില കുട്ടികൾ വിചാരിക്കും പ്രൊഫസേഴ്സിനോട് ഈ ഡൗട്ട് ചോദിച്ചാൽ അവർ കളിയാക്കില്ലേ, നമുക്കറിയില്ല വിചാരിക്കില്ലേ, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറച്ച് കുട്ടികളെ എനിക്കറിയാം. അപ്പം എനിക്ക് പറയാനുള്ള അങ്ങനെയല്ല, ഏത് ഡൗട്ടാണെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ചാപ്റ്റർ തന്നെ ചോദിച്ചിട്ടുണ്ട് ഒരു പ്രൊഫസറോട്. സാറിൻ്റെ ടൈം പോകുന്നതാണെങ്കിലും എനിക്ക് സമയമെടുത്ത് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ആ പ്രൊഫസേഴ്സ് റൂമിൽ പോയി ചോദിക്കാവുന്നതാണ്. യെസ്. ഇപ്പം എല്ലാ സ്റ്റുഡൻസും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ ഈ പ്രൊഫസേഴ്സ് റൂമിൽ എപ്പോൾ ചെന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ അവർ റെഡിയാണ്. ഇപ്പം പറഞ്ഞു ഡൗട്ടിന്റെ കാര്യം ചില കുട്ടികളുണ്ട്, ഞാൻ ചോദിക്കുന്നത് കറക്റ്റ് ആണോ പൊട്ട ഡൗട്ടാണോ എന്നുള്ളത്. പക്ഷെ ഒന്നും ചിന്തിക്കേണ്ട, ആ ചോദിക്കുന്നതിൽ എന്തെങ്കിലും കാര്യം കാണും. ആ ഡൗട്ട് നിങ്ങൾക്ക് വന്നെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടായിട്ടായിരിക്കും. അത് ചോദിച്ചത് ക്ലിയർ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? നിങ്ങളുടെ എക്സ്പീരിയൻസിൽ തന്നെയാണ് നിങ്ങളത് പറയുന്നത്. യെസ്. സോ നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് 2025 നീറ്റ് എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ ഒരുപാട് വഴി കൂടെയാണ് നിങ്ങളെ പ്രിപ്പയർ ചെയ്തത്. ഇവിടുത്തെ ക്ലാസ്, ലൈബ്രറി, എന്താ പറയുക, റെഫറൻസ്, മോഡൽ എക്സാംസ് എല്ലാം. അപ്പം ലാസ്റ്റത്തെ മോഡൽ എക്സാംസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ജനുവരി തൊട്ട് മെയ് വരെ അല്ലേ നിങ്ങൾക്ക് കണ്ടിന്യൂസ് മോഡൽ എക്സാംസ് ആയിരുന്നു. ആ മോഡൽ എക്സാംസ് എങ്ങനെയാണ് മോനെ ഹെൽപ്പ് ചെയ്തേ ഇത്രയും നല്ല മാർക്കിലേക്ക്? മോഡൽ എക്സാംസ് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് ഈ കുറേ മോഡൽ എക്സാംസ് ആദ്യമൊക്കെ അറിയായിരിക്കും, ഇങ്ങനെ ആദ്യം നല്ല ഗ്യാപ്പ് ഉണ്ടാവും. മോഡൽ എക്സാം ഓരോ യൂണിറ്റ് വൈസ് ആണ് ആദ്യമായിട്ട് മോഡൽ എക്സാംസ് ഒക്കെ നടക്കുക. അപ്പോൾ നമുക്ക് ആ യൂണിറ്റിന് എന്തെങ്കിലും പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കാനുള്ളൊരു അവസരമാണ് ആദ്യത്തെ മോഡൽ എക്സാം ഒക്കെ. പിന്നെ മോഡൽ എക്സാം ടൈറ്റ് ആവും, എല്ലാം ഒരുമിച്ച് വരും, എല്ലാ യൂണിറ്റ്സ് മിക്സ്ഡ് ആവും, ഓരോ വർഷവും ഒരുമിച്ച് വരും. അപ്പോൾ ഓരോ മോഡൽ എക്സാമിൻ്റെ സ്കോർ കിട്ടുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതി പറഞ്ഞാൽ ഞാൻ ജഡ്ജ് ചെയ്യുമായിരുന്നു എന്നെ തന്നെ. ഞാൻ പറയും എനിക്ക് ഇത്ര ഒരു എക്സാമിന് നല്ല മാർക്ക് കിട്ടി. ചിലപ്പോൾ എക്സാം ടഫായിരിക്കും, പക്ഷെ എക്സാം ടഫായാലും എക്സാം മോശമായാലും നമ്മൾ സ്കോർ ചെയ്യണമല്ലോ. കാരണം എക്സാമിന് അറിയില്ലല്ലോ നമ്മളറിയണമല്ലോ എക്സാം ആരാത്. അപ്പോൾ ഓരോ മോഡൽ എക്സാം കിട്ടുമ്പോഴും അത് തന്നെയാണ്. അത് ഞങ്ങളുടെ ഒരു സാറാണ് പറഞ്ഞു തന്നത്, പുള്ളിയുടെ പേര് ജോബിൻസ് എന്നാണ്. സാറാണ് പറഞ്ഞത് എക്സാമിന് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് പറയില്ല. എക്സാം എത്ര ടഫായാലും എക്സാം എത്ര ഈസി ആയാലും എക്സാമിന് അത് ഒരിക്കലും മൈൻഡ് ചെയ്യില്ല. കാരണം നിങ്ങളുടെ ആവശ്യമാണ്, അപ്പോൾ നമ്മളെപ്പോഴും സ്കോർ ചെയ്യണം. അതിനുള്ള ഏറ്റവും നല്ലൊരു അവസരം തന്നെയാണ് മോഡൽ എക്സാംസ്. മോഡൽ എക്സാംസ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് ജഡ്ജ് ചെയ്യാം. പക്ഷേ ഞാൻ ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു, എല്ലാം ആ അവസാനത്തെ ദിവസത്തിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അവസാനത്തെ ദിവസം നിങ്ങൾ എത്രത്തോളം ആ നീറ്റ് തുടങ്ങി ആ OMR ഒക്കെ ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേക്കും ഉള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് എത്രയാണോ അത് തന്നെയാണ് നിങ്ങളുടെ ചെയ്യാൻ പോകുന്ന റിസൾട്ട്. പക്ഷെ എന്ന് വെച്ച് പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ കാര്യമില്ല. പഠിക്കുകയും ആ എക്സാമിൻ്റെ ആ ദിവസം വളരെ നന്നായി പോയാൽ നിങ്ങൾക്കൊരു നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. അന്നത്തെ ആ ദിവസം എങ്ങനെയാന്നുള്ളത് നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ഭാഗ്യവും അല്ലേ, എഫേർട്ടിന്റെ ഒരു ഹാർഡ് വർക്കിന്റെ ബലവും എല്ലാം അന്നത്തെ ആ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അന്നത്തെ ദിവസത്തിന്റെ ഒരു ആ ഡേയിലെ പോലെ ഇരിക്കും അല്ലേ? യെസ്. ആ ഒരു ഡേയിലെ ഇത് തന്നെയായിരുന്നു മോന്റെ റിസൾട്ട് വന്നപ്പോഴും ഉണ്ടായിരുന്നേ? അല്ല, പ്രതീക്ഷയിലും കുറഞ്ഞോ കൂടിയോ കൂടുതലായിരുന്നു. യെസ്, വിച്ച് ഈസ് എ ഗുഡ് തിങ് അല്ലേ? നല്ല ഒരു അപ്പം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തെ ഒരു മോന്റെ ഒരു ഫീൽ എന്തായിരുന്നു? ഹാപ്പി ആയിരുന്നു. നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു നീറ്റ് നിങ്ങളുടെ എക്സാമിന്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് അല്ലേ? ഇനി 2026 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് സ്റ്റുഡൻസും പാരന്റ്സും അല്ലെങ്കിൽ അവരുടെ പാരന്റ്സും ഒക്കെയാണ് ഇത് കാണുന്നത് അല്ലേ? അവരോട് എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്?
എല്ലാവരോടും എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ബ്രില്യൻ്റ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നീറ്റ് എന്നുള്ള കോച്ചിങ്ങിൽ വരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം നിങ്ങളെപ്പം നിങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ പഠിക്കണം, അതേപോലെ ക്വസ്റ്റ്യൻ ചെയ്യണം, എല്ലാം ചെയ്യേണ്ടി വരും. അത് ചെയ്താൽ മാത്രം പോരാ. ഇപ്പോൾ ഒരു എക്സാം, ഇപ്പോൾ നാളെ ഒരു എക്സാം ഉണ്ട്, ആ നാളെ എക്സാമിന് ഞാൻ ഇന്ന് പഠിച്ചു, ആ നാളെ എക്സാമിന് മാർക്ക് കിട്ടി, അതുകൊണ്ട് മാത്രം നമുക്ക് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പഠിച്ച് ആ പഠിച്ചത് ലാസ്റ്റ് നീറ്റ് എക്സാമിൻ്റെ ആ ഡേ, അത് ലാസ്റ്റ് മൊമെൻറ്റിൽ വരെ നമുക്ക് ഓർമ്മ ഉണ്ടാവണം. അപ്പോൾ അത്രയും ആ ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പഠിക്കേണ്ട രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ട് തന്നെ വേണം. ജസ്റ്റ് എല്ലാവരും പഠിക്കണ പോലെ ജസ്റ്റ് പഠിച്ചു പോയാൽ പോരാ. ജസ്റ്റ് പഠിക്കുന്നതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ച്, വേറെ ആരായിട്ടും നമ്മളെ കമ്പയർ ചെയ്യാതെ നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. എൻട്രൻസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യത്തിന് ഞാൻ പറയുകയാണ്, ഇപ്പോൾ എല്ലാ കാര്യമാണെങ്കിലും, ഇപ്പോൾ പഠിക്കുന്നതാണെങ്കിലും ടെൻഷൻ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. കാരണം നമ്മൾ ഇത്രയും സ്ട്രെസ് എടുത്തൊക്കെ പഠിക്കുകയാണ്, അപ്പോൾ ടെൻഷൻ വരും. അതേപോലെ മാർക്ക് കുറയുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ എന്തുണ്ടെങ്കിലും, ഇപ്പോൾ ടെൻഷൻ ആണെങ്കിലും പഠിക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു മീഡിയം, അതായത് ഒരു ബാലൻസ് കണ്ടീഷനിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ലാസ്റ്റ് വരെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ലാസ്റ്റ് ഒരു വലിയൊരു വിജയത്തിൽ തന്നെ നമ്മൾ എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരും നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുക. ലാസ്റ്റ് എക്സാമിൻ്റെ തലേ ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എൻ്റെ മാക്സിമം എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എക്സാമിന് എത്ര ടഫ് ആണെങ്കിലും എത്ര സിമ്പിൾ ആണെങ്കിലും ഏത് ലെവലാണെന്നുണ്ടെങ്കിലും ആ ഒരു നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് ആ എക്സാം എഴുതാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിനുള്ള എക്സാമ്പിളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഒരു ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. യെസ്, വെരി ഗുഡ്. സോ ഇവര് പറയുന്നത് ഇവരുടെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പോൾ ആസ് എ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ ഇവർക്കറിയാം എങ്ങനെയാണ് ഒരു എക്സാമിനെ ഇവർ അപ്പിയർ ചെയ്തിട്ട് വന്നവരാണ്. അപ്പോൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഇവർക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. സോ അതിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നതും. സോ അതോടൊപ്പം തന്നെ മിസ്സ്, നമ്മുടെ മീര മിസ്സിൻ്റെ കുട്ടികളാണ്. അപ്പോൾ അവരിതാ അവരുടെ ജീവിതത്തിലേക്ക് ഓരോ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജിലേക്ക് കടന്നെത്തി അവർ പല വഴിക്ക് പോവുകയാണ് അല്ലേ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും. അപ്പോൾ മിസ്സിന് എന്താണ് അവരുടെ അടുത്ത് ഫൈനലായിട്ട് നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്? ഇവരെ സംബന്ധിച്ച് ജൂലൈ തുടങ്ങിയ ബാച്ചാണ്. 9 മാസത്തോളം കാലം ഇവർക്ക് ക്ലാസ്സുകളുണ്ടായിരുന്നു. ഇവരുടെ മാക്സിമം കൊടുത്തു. അതിനുള്ള ഒരു റിസൾട്ടാണ് ഇപ്പം കാണുന്നത്. അപ്പം ഇവർ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. നീറ്റ് എന്നുള്ള ഒറ്റൊരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവരവരുടെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനിയിപ്പം ഇവർക്ക് സ്ട്രെസ് ഇല്ല, എൻജോയ് ചെയ്യാം. അതനുസരിച്ച് കോളേജ് ലൈഫ് എൻജോയ് ചെയ്ത് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. യെസ്, സോ എല്ലാവർക്കും ഞങ്ങൾ ബ്രില്യൻറ്റ് ഫാമിലിയുടെ വക ഒരു ഓൾ ദ ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഫോർ നിങ്ങൾ ഇത്രയും നല്ല അടിപൊളിയായിട്ട് നീറ്റ് ക്രാക്ക് ചെയ്ത് ഇവിടെ എത്തിയതിന്. ഇനി മുന്നോട്ടും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പടികളുണ്ട് അല്ലേ, ഫസ്റ്റ് ഒരു സ്റ്റെപ്പേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിനെല്ലാം നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള കാര്യങ്ങൾ നടക്കട്ടെ. ഓരോ വഴികളും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ അച്ചീവ് ചെയ്യട്ടെ ലൈഫിൽ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ ബ്രില്യൻറ്റ് ഫാമിലി നൽകുകയാണ്. ഒപ്പം താങ്ക് യു ഫോർ കമ്മിങ് ബാക്ക് ഹിയർ. ഇനിയും വരിക, ഓരോ എന്താ പറയുക സെം ബ്രേക്കിനൊക്കെ ഇവിടെ വരിക, മീര മിസ്സിനെ കാണാനും ഫാക്കൽറ്റീസിനെ കാണാനും ഒക്കെ ആയിട്ട് തിരിച്ചു വരിക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.